ദിവസം ബോൾ ഇട്ടപ്പം എല്ലാ പേഴ്സൻറ്റേജും വന്നത് ബ്രെഡ് ട്രിങ്കറ്റ് ആയിരുന്നു. അപ്പോൾ നമുക്കതൊന്ന് ഉണ്ടാക്കിയാലോ. അപ്പം നമ്മളാണെങ്കിൽ അത് ആ ക്ലേ ഒന്ന് പരത്തിയിട്ട് ബ്രെഡ് വരയ്ക്കുന്നുണ്ട്. അപ്പം എനിക്കാണെങ്കിൽ പേപ്പറിൽ ബ്രെഡ് ഇത് ഷേപ്പ് വരച്ചാൽ ഇങ്ങനെ കട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ബ്ലേഡ് വെച്ചാണ് കട്ട് ചെയ്യുന്നത്. വരയ്ക്കാൻ അറിയാവുന്നവർ ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്കാണെങ്കിൽ കട്ട് ചെയ്യാൻ അറിയാത്തതുകൊണ്ടാണ് ഞാൻ ഇതേപോലെ പേപ്പർ വരച്ചിട്ട് ചെയ്യുന്നത്. ഏറ്റവും നല്ലത് അങ്ങനെയാണ്. നിങ്ങളും അങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ. അപ്പം ആ സൈഡൊക്കെ പൊടിഞ്ഞിരിക്കുന്നുണ്ട്. വെള്ളം വെച്ചാണ് കേട്ടോ ക്ലേ എല്ലാം സ്മൂത്ത് ആക്കുന്നത്. ഇച്ചിരി എടുക്കാം, ഒത്തിരി എടുത്താൽ പൊടിഞ്ഞ് വരും. അപ്പോൾ ഇങ്ങനെ നല്ലൊരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്മൂത്ത് ആക്കുന്നത്. ഇനിയും ചെയ്യാൻ പോകുന്നത് നമ്മൾ ട്രിങ്കറ്റെല്ലാം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം അതിനായിട്ട് സ്റ്റാൻഡ് വേണ്ടേ. അതിനായിട്ട് ക്ലേ ഇതുപോലെ ജസ്റ്റ് പരത്തിയിട്ട് നമ്മൾ 1.5 സെൻറ്റിമീറ്ററിൽ എടുക്കുന്നുണ്ട്. അതിൽ കൂടുതൽ എടുത്താൽ സ്റ്റാൻഡ് ഒടിഞ്ഞു വീഴാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ 1.5 സെൻറ്റിമീറ്റർ കറക്റ്റ് ബ്ലേഡ് വെച്ചോ പെൻസിൽ വെച്ചോ എടുത്തിട്ട് സ്കെയിൽ വെച്ചൊന്ന് മുറിക്കാം. നിങ്ങളുടെ ക്ലേ ടൂൾസ് ഉണ്ടെങ്കിൽ അത് വെച്ച് മുറിച്ചാൽ മതി. ബ്ലേഡ് വേണമെന്ന് തന്നെ നിർബന്ധമില്ല. അപ്പം അതിൻ്റെ സ്ട്രിപ്പ് എന്ന് പറയുന്നത് കേട്ടോ, ആ സ്ട്രിപ്പിൻ്റെ എഡ്ജ് നമ്മൾ വെള്ളം വെച്ച് നല്ലപോലെ സ്മൂത്ത് ആക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ആ ഒരു ബ്രെഡിൽ അതിൻ്റെ പാർട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആദ്യ ഭാഗം അത് നമ്മൾ ഒട്ടിക്കുന്നുണ്ട്. പ്ലാസ്റ്റിക്കിലായിട്ട് പെട്ടെന്ന് ഇളകി കിട്ടി, തറയിലാണെങ്കിൽ ഒട്ടിപ്പോവും. അപ്പോൾ പ്ലാസ്റ്റിക്കിൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാമല്ല. അതിൻ്റെ എഡ്ജ് നമ്മൾ സ്മൂത്ത് ആക്കിയിട്ടുണ്ട്. ഇതേ പ്രോസസ്സ് തന്നെയാണ് മറ്റേതും. അപ്പം ഇതേ പ്രോസസ്സ് മറ്റേത് ഇതുപോലെ ചെയ്യാൻ സ്മൂത്ത് ആക്കാം. ഇങ്ങനെയേ ഉള്ളൂ. ഇനി അതിൻ്റെ ഈ സ്റ്റാൻഡ് എഡ്ജിനോടാണെങ്കിൽ പറ്റിച്ചേരാൻ വേണ്ടി എഡ്ജ് ഒന്ന് സ്മൂത്ത് ആക്കുക കേട്ടോ, ഇതേപോലെ. അപ്പം നല്ലൊരു ഫിനിഷിങ് കിട്ടും ലാസ്റ്റിൽ. അപ്പം ഇതേപോലെ എല്ലാ സൈഡും ചെയ്യാം. ഇനി നമുക്ക് നെക്സ്റ്റ് മോർണിംഗ് കാണാം. നമ്മൾ അടുത്ത ദിവസം എടുത്തപ്പോൾ നമ്മൾ ഉണക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വെച്ചത് ഇത്രയും ദിവസം. അപ്പോൾ നമ്മളിനി ബുൾസയാണ് നടുക്കൊട്ടിക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വരച്ചാലേ കട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ ബുൾസൊക്കെ പേപ്പർ വരച്ചിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. എന്നാലും ഒരു ഷേപ്പ് കിട്ടിയില്ല. പിന്നെ ലാസ്റ്റ് ചെയ്തപ്പോഴാണ് കേട്ടോ ബുൾസയുടെ ഒരു ഷേപ്പ് കിട്ടിയത്. ഈ ബുൾസായോ നിങ്ങൾ തന്നെ പറയാം കേട്ടോ. എന്തായാലും ഇതിൽ തെറ്റുകുറവുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഈ ക്ലേ ഒക്കെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് ഉരഞ്ഞു കൊടുത്തിട്ട് ഒട്ടിക്കാം കേട്ടോ. വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടൊന്ന് ഒട്ടിക്കാൻ. അപ്പോൾ അതിലങ്ങ് ഒട്ടിപ്പിടിച്ചോളൂ, ഇളകി വരത്തില്ല. ഇനി നമ്മുടെ ഇതിലേ ഉണ്ണിയാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ബ്രെഡ് ഓംലെറ്റ് ആണ് കേട്ടോ ഉദ്ദേശിച്ചത്. അപ്പോൾ എല്ലാം കഴിഞ്ഞു. ഇനി നിങ്ങൾ പറ, ഇത് കളർ അടിക്കണോ വേണ്ടയോ? നിങ്ങളിനി എന്തായാലും കമൻറ്റ് അയക്കാൻ മറക്കല്ല കേട്ടോ. അപ്പോൾ ബൈ അടുത്ത ദിവസം കാണാവേ.